ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മേലാൽ ഉപദ്രവമൊന്നും ഉണ്ടാകിയില്ല. പ്രിയരെ, പാട്ടാഴി പുതുവൽ വീട്ടിൽ ഗോവിന്ദപിള്ള എന്നൊരു പ്രമാണി ഒരിക്കൽ തിരുവനന്തപുരത്ത് കുറേയധികം ഭൂമി പതിച്ചു വാങ്ങുകയുണ്ടായി. ആ ഭൂമിയിൽ ധാരാളം മരങ്ങളും കാവുകളും ഉണ്ടായിരുന്നു. അക്കാലത്ത് ആ സ്ഥലത്തെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കൽവിഗ്രഹങ്ങൾ വെച്ച് തങ്ങളുടെ കുലദേവതകളായി സങ്കൽപ്പിച്ചു മലവേടന്മാർ ആരാധിച്ചു പോന്നിരുന്നു. അവിടം നല്ലൊരു കൃഷിഭൂമിയാക്കി മാറ്റണമെന്നായിരുന്നു ഗോവിന്ദപിള്ളയുടെ ആഗ്രഹം. അതിനായി ആ ഭൂമിയിലെ കാടുകളും കാവുകളും വെട്ടിത്തെളിക്കുന്നതിനായി അദ്ദേഹം ഒരു കൂട്ടം തൊഴിലാളികളെ കൊണ്ടുവന്നു. എന്നാൽ കാവുകൾ ഒന്നൊന്നായി വെട്ടിത്തെളിക്കുന്നതിനിടയിൽ ജോലിക്കാരിലൊരാൾ പെട്ടെന്ന് രക്തം ഛർദ്ദിച്ച് മരിച്ചു വീഴുകയുണ്ടായി. 2 നാൾ കഴിഞ്ഞപ്പോൾ സർപ്പദംശനമേറ്റ് 2 മരണങ്ങൾ കൂടി സംഭവിച്ചു. കൂടാതെ ചിലർക്ക് മറ്റു ചില ആപത്തുകളും ഉണ്ടായി. അതോടെ ജോലിക്കാർക്ക് മരങ്ങളിലും കാവുകളിലും തൊടാൻ പോലും ഭയമായി. മലവേടന്മാർ ആരാധിച്ചുകൊണ്ടിരുന്ന ഉഗ്രമൂർത്തികളുടെ കോപമാണ് ആ ദാരുണ സംഭവങ്ങൾക്ക് കാരണമായതെന്നായിരുന്നു അവരുടെയെല്ലാം വിശ്വാസം. അതിനാൽ ഗോവിന്ദപിള്ള എത്ര നിർബന്ധിച്ചിട്ടും പിന്നീട് അവർ അവിടെ പണി ചെയ്യുവാൻ തയ്യാറായില്ല. ഒടുവിൽ ഗോവിന്ദപിള്ള അരുവിപ്പുറത്ത് വിശ്രമിക്കുകയായിരുന്ന ഗുരുദേവന്റെ മുന്നിലെത്തി സങ്കടത്തോടെ ഉണ്ടായതെല്ലാം വിസ്തരിച്ചു പറഞ്ഞു. പിറ്റേന്ന് ഗുരുദേവൻ ആ വിശാലമായ പറമ്പിലെത്തി. അതിനകം കാവുകൾ തെളിക്കപ്പെട്ടു കഴിഞ്ഞിരുന്ന ഇടങ്ങളും ഇനി തെളിക്കാനുള്ള കാവുകളും ഗുരുദേവൻ നോക്കിക്കണ്ടു. അപ്പോൾ അവിടെ കണ്ട ചില കൽവിഗ്രഹങ്ങൾ ഗുരുദേവൻ തന്നെ എടുത്തു മാറ്റുകയുണ്ടായി. ജോലിക്കാർ പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞ് കൂടെ ഭയപ്പെട്ടുകൊണ്ടിരുന്ന ആ സ്ഥലത്ത് അപ്പോൾ ഒരു പാമ്പിനെ പോലും ആരും കാണുകയുണ്ടായില്ല. ഗോവിന്ദപിള്ള കയ്യിൽ ഒരു വെട്ടുകത്തിയും ഒരു വടിയും കരുതിക്കൊണ്ട് ഗുരുദേവന് പിന്നിൽ ഒരു നിഴൽ പോലെ നടക്കുകയായിരുന്നു. ഒരു വലിയ മരത്തിന് മുന്നിലെത്തിയപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, "ആ വെട്ടുകത്തി തരണം." ഗോവിന്ദപിള്ള വെട്ടുകത്തിയെടുത്ത് ഗുരുദേവന് കൊടുത്തു. ഗുരുദേവൻ അത് വാങ്ങി ആ വലിയ മരത്തിന്റെ കടക്കൽ ഒരു പ്രാവശ്യം വെട്ടി. എന്നിട്ട് പറഞ്ഞു, "മേലാൽ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാകുകയില്ല. മരങ്ങൾ ആവശ്യമില്ലെന്ന് കരുതി മുറിച്ചു മാറ്റുകയുമരുത്." അതിൽ പിന്നെ അവിടെ യാതൊരു ആപത്തും ഉണ്ടായില്ല. ഗോവിന്ദപിള്ള ശേഷിച്ച കാവുകളെല്ലാം തെളിച്ചെടുത്തു അവിടം നല്ല ഒരു കൃഷിഭൂമിയാക്കുകയും ചെയ്തു. ഗുരുദേവനെ ഒരു മഹാത്മാവായി പൂജിച്ചു വന്ന ആ ഗോവിന്ദപിള്ളയാണ് പിൽക്കാലത്ത് ഗുരുദേവന്റെ മാതാവിന്റെ വക സ്വത്തുക്കൾ ഭാഗവത്രം ചെയ്ത് അവകാശികൾക്ക് നൽകുന്നതിന് പ്രധാന പങ്കുവഹിക്കുകയുണ്ടായത്. സ്നേഹപൂർവ്വം, രഞ്ജൻ, കയനാടത്ത്.